ഇപ്പൊ വയല് എന്ന് പറയുമ്പോ ഇതാണ് വയല്. പാടം, നമ്മൾ പറയുന്ന പോലെ പാടം. പാടം കാലം പാടാൻ വന്നു നീയും പൊന്നാത്തിന്നക്കരയ്ക്കു. വയല് വയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാലക്കാടെന്നല്ല കേട്ടോ സ്ഥലം. നമ്മളെ തമിഴ്നാട്, നമ്മളെ തിരുവനന്തപുരത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മളെ ആറ്റിങ്കര പള്ളിയിലോട്ട് പോകുന്ന ഒരു വഴിയാണ്. കിടിലം സ്ഥലം എന്ന് പറഞ്ഞാൽ പറ്റിയ ലൊക്കേഷൻ. നമുക്ക് സിനിമ ഷൂട്ടിങ്ങിനോ അല്ലെങ്കിൽ മറ്റേ റീൽസുകൾ എല്ലാം എടുക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ് കേട്ടാ. സൂപ്പർ. അവിടെ അവിടെ നിന്നില്ല ആദ്യം. അടിപൊളി വെള്ളം കണ്ട, സൂപ്പർ കുളം കണ്ട കേട്ടോ. ഇവിടെ ഒരു വലിയൊരു കുളം ഉണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടൊരു സംഭവമാണ്. വലിയൊരു കുളവും അതിൽ നിന്ന് മോട്ടർ അടിച്ചിട്ട് കണ്ട് ഇതിലോട്ട് മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുളിക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിൽ കൃഷിയുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. ആടെ 3 പാന തെങ്ങ്, അതുപോലെ തന്നെ വയലെന്ന് പറഞ്ഞാൽ അസാധ്യം. നല്ല സൂപ്പർ കാറ്റ്. ഇത് കതിര് എല്ലാം ആയി കിടക്കുകയാണ്. തമിഴ്നാടാണ് സ്ഥലം. അല്ലെങ്കിലും പ്രത്യേകിച്ച് തമിഴ്നാട് കാണാൻ പ്രത്യേകിച്ചൊരു ഭംഗിയാണ്. അപ്പം ഇത് വളരെയധികം വിശാലമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഇത് വളരെയധികം മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. സൂപ്പർ സ്ഥലം. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ പോലും ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലം ഇല്ല എന്ന് ഞാൻ പറയും. ഏതായാലും ഈ സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് കാണണം കേട്ടോ. ഏതായാലും നമ്മൾ അടുത്ത യാത്രയിലോട്ട്, അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇവിടെ നമ്മൾ കാവൽ കിണർ കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടു കേട്ടോ. നാഷണൽ ഹൈവേ ഒരു റൂട്ടാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ മൊത്തം കാറ്റാടി മരങ്ങളാണ് കേട്ടോ. ഇത് കണ്ട ഹൈറ്റുള്ള കാറ്റാടി ഉണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് ഉണ്ട്. കാറ്റാടികളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഇളനീരാണ്. അതായത് ഇളനീര് കുടിക്കാം. നമ്മൾ ഒരുപാട് പഴയ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. തമിഴ്നാട്ടില് കാവൽ കിണറിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ വന്നപ്പോഴാണ് നല്ല ഭംഗിയുള്ള ആൽമരവും അതുപോലെ തന്നെ കുളവും അതുപോലെ തന്നെ പുഴയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം. അപ്പോൾ ഈ ആൽമരത്തിലൊക്കെ കയറി ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ താഴെയായിട്ട് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു പുഴ. ആ പുഴ എന്ന് പറയുമ്പോൾ പുഴയുടെ കളർ തന്നെ വേറൊരു ലെവലാണ്. വേറൊരു വൈറ്റ് കളറായിട്ടുള്ള ഒരു പുഴയുടെ കളറാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് പച്ച, അതുപോലെ തന്നെ നീല എന്നുള്ളതല്ലേ. അതിലുപരി ഇതിനെ മനോഹരമാക്കുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ദൂരെ അകലെയായിട്ടുള്ള കാറ്റാടി മരങ്ങളാണ് കേട്ടോ. ആ കാറ്റാടി മരങ്ങൾ ഈ പുഴയെ മറ്റൊരു ഭംഗിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്.